അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആമേൻ. അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഈ സമാധാനം അതെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ആൺമകൻ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ ആൺമകൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അർദ്ധനഗ്നനായിട്ടല്ല, പൂർണ്ണനഗ്നനായി കുരിശിൽ കിടക്കുകയാണ്. നിങ്ങളുടെ ആൺമകന്റെ താടിരോമം പിച്ചിപ്പറിച്ച് നിങ്ങളുടെ മകന്റെ മുഖത്ത് കന്നത്താഞ്ഞടിച്ച് നിങ്ങളുടെ മകന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി മുൾക്കിരീടം വെച്ചമർത്തി നിങ്ങൾക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടെന്നിരിക്കട്ടെ. ഇത് മുഴുവൻ കണ്ടൊരു മൂകസാക്ഷിയായി ഊറിയിറങ്ങുന്ന ആ കുരിശിന്റെ തടിയിൽ നിന്ന് ചോര ഇറ്റിറ്റ് ഊറിയിറങ്ങുമ്പോൾ ആ ഇറ്റിറ്റ് ഊറിയിറങ്ങുന്ന ചോരയുടെ കീഴിൽ നിൽക്കുകയാണ് ഈ അമ്മ. കുരിശിന്റെ ചോട്ട് നിൽക്കുകയാണ് ഈ അമ്മ. ഈ അമ്മ ആ കുരിശിന്റെ ചോട്ട് നിൽക്കുക. സ്വന്തം മകൻ അർത്ഥപ്രാണനായി മുറിവേറ്റ് തളർന്ന് തകർന്ന് തീർന്നു കിടക്കുകയാണ് കുരിശിൽ. സ്വന്തം മകന്റെ രക്തം ചോരപ്പൊടിയായിട്ട് കൈക്കിട്ടിപ്പോ ചുംബിച്ച് വളർത്തിയ സ്വന്തം മകന്റെ രക്തം അമ്മയുടെ കൺമുമ്പിൽ ആ കുരിശിന്റെ തടിയിലൂടെ ഊറി ഇറങ്ങുമ്പോ ആ കുരിശിന്റെ താഴെ യോഹന്നാന്റെ കൂടെ പത്രോസ്ലീഹ ഇല്ല, പക്ഷെ ഈ അമ്മയുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ചെറിയൊരു സങ്കടം വരുമ്പത്തിന് ഞങ്ങൾ പൊട്ടിപ്പോവാം. അമ്മയുടെ മകന് ഇത്രയും അതിദാരുണമായ പീഡാസഹനം സഹിച്ചിട്ട്, എനിക്ക് മക്കളുണ്ട്, എന്റെ കുഞ്ഞിന്റെ കാലെ ഒരു മുള്ളുകൊണ്ട് എനിക്ക് എന്നെ വേദനയാണ്. 13 വയസ്സ് വളർത്തി അമ്മയുടെ മുമ്പില് അർത്ഥപ്രാണനായി മകൻ കിടക്കുന്നു. ആ കുരിശിന്റെ ചോട്ടിൽ ഒരു മൂകസാക്ഷിയായി, ഒന്നും ചെയ്യാനും ചെയ്യിപ്പിക്കാനും പറ്റാതെ, മകനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റാതെ, കുരിശിന്റെ കഠിന നിലവിളിയിൽ ഒരല്പം വെള്ളത്തിന് വേണ്ടി കേണപേക്ഷിച്ചപ്പോൾ സ്വന്തം മകൻ ഒരല്പം വെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത പരിതാപത്തോടെ, സങ്കടത്തോടെ ആ കുരിശിന് ചോട്ടിൽ ഈ അമ്മയെ നിർത്തിയത് എന്നാന്നറിയോ? ആ അമ്മയുടെ ഹൃദയത്തെ വാണാണ് ഒരു സമാധാനമുണ്ട്. ആ അമ്മയുടെ ഹൃദയത്തെ വാണ ഒരു സമാധാനമുണ്ട്. ആ സമാധാനമാണ് കൊളോസ്യസ് 3 പറയുന്നത്, ദൈവത്തിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം. കരമുയർത്തി ചേർത്തടിച്ച് വിളിച്ചേ, അമ്മേ, ആ സമാധാനം എനിക്ക് കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മേ, ആ സമാധാനം എനിക്ക് കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറ്റുമോ? നിങ്ങളുടെ കുഞ്ഞിന് ഇതുപോലൊരു നില വന്നാൽ പിന്നെ ഈ ദൈവത്തെ വിളിക്കാൻ നിങ്ങൾ കാണുമോ? പെന്തക്കോസ്തി നാൾ വന്നപ്പോ മർക്കോസിന്റെ ഊട്ടുശാലയില് മാറിയിരുന്ന് പ്രാർത്ഥിച്ചവരെ മുഴുവൻ വിളിച്ചു ചേർത്തത് ഈ അമ്മയാണ്.